റമളാനോടനുബന്ധിച്ച് പൊന്നാനി NCV ചാനൽ നടത്തിയ റമളാൻ ടെലിക്വിസിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. NCV സ്റ്റുഡിയോ ഹാളിൽ നടത്തിയ പരിപാടിയിൽ ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡയറക്ടർ സുധീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പുണ്യമാസക്കാലത്ത് NCV ചാനൽ നടത്തിയ റംസാൻ ടെലിക്വിസിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് ചാനലിൽ വെച്ച് വിതരണം ചെയ്തത്. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന തകർപ്പൻ സമ്മാനങ്ങളാണ് വിജയികൾക്കായി വിതരണം ചെയ്തത്. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡയറക്ടർ ഐശ്വര്യ സുധീർ വിജയികൾക്കുള്ള ആദ്യ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. NCVയുടെ സൈത്തേട്ടം വന്നപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞു. എല്ലാ റംസാനിക്കും നമ്മൾ കാണുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഓക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഉസ്താദാണുള്ളത്, പിന്നെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പരിപാടി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മോട് എപ്പോഴാണിത് വരിക, എങ്ങനെ വിളിക്കേണ്ട നമ്പർ ഞാനത് സേവ് ചെയ്തിട്ടുണ്ടായില്ല സത്യം പറയുകയാണെങ്കിൽ. നമുക്കത് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റീച്ച് ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ആൾക്കാർ കുട്ടികളൊക്കെ കാണുന്ന ഒരു പരിപാടിയായി, എന്നും കാണുന്നുണ്ട്. പക്ഷേ എന്താ കൗതുകം വെച്ചാൽ എൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കളടക്കം പരിപാടി കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അവരടക്കം വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഉസ്താദിനോട്. അത് കൂടുതൽ അറിവ് കിട്ടാനും നമ്മളിപ്പോൾ ഇത് പഠനം കഴിഞ്ഞാൽ ഒന്ന് മാറി നിൽക്കുമല്ലോ എല്ലാവരും. ഞങ്ങളെ യൂത്തുമാരായാലും കുറച്ച് ആൾക്കാരൊക്കെ ആയാലും പഠനകാലം കഴിഞ്ഞാൽ പിന്നെ ലേഡീസ് പിന്തുടരുന്നവരെ ആണുങ്ങൾ പിന്തുടരുന്ന കുറവായിരിക്കും. അപ്പോൾ നമ്മളൊരു റംസാൻ നോമ്പർക്കൽ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമിലൊക്കെ ഈ ക്വിസ് മത്സരമൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഉസ്താദിൻ്റെ ചോദ്യങ്ങളൊക്കെ കുറച്ച് കഠിനമായിരുന്നു, കുറച്ച് സിമ്പിളുണ്ട്. എന്തായാലും ഒക്കെ റാഹത്തായി കഴിഞ്ഞിരിക്കുന്നു. ചടങ്ങിൽ ഡയറക്ടർമാരായ വിനോദ് കുമ്പിടി, പ്രവീൺ എന്നിവർ സംസാരിച്ചു. റംസാൻ മാസങ്ങളിൽ ഇത്തരത്തിലുള്ള ടെലിക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട്. ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ മതപരമായ അറിവുകൾ ഏറ്റവും നന്നായി ആൻസർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ സമ്മാനവും നൽകാറുണ്ട്. ഞങ്ങൾക്ക് സ്പോൺസർമാരായി ഐശ്വര്യ ഗോൾഡിൻ്റെ ആളുകൾ നമ്മളോട് സഹകരിക്കാറുണ്ട്. ഈ അവസരത്തിൽ എല്ലാവരോടും അതിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം, നമ്മൾ ചാനലിൻ്റെ പലതര പരിപാടികളാണ് നമ്മൾ പ്രാദേശികമായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാറുണ്ടാവുക. പക്ഷേ ഇത്തരത്തിലെ ആളുകളുമായിട്ട് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്കും കൂടി ഇത്തരം പരിപാടികൾ പങ്കാളികളാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെലിക്വിസുകൾ മറ്റു പ്രോഗ്രാമുകളൊക്കെ ചാനൽ സംഘടിപ്പിക്കാറുണ്ട്. തീർച്ചയായും ഇത്തരത്തിലൊരു പരിപാടിയിൽ മുഴുവൻ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യം ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം അതുപോലെ തന്നെ ഇത്തരം പരിപാടികൾ സ്പോൺസർ ചെയ്ത് നാടുകളിൽ ഇത്തരത്തിലുള്ള നമ്മളെ പ്രാദേശിക ചാനലുകളെ ഉയർത്തിക്കൊണ്ടിരുന്ന സ്പോൺസർമാർക്കും അതുപോലെ തന്നെ നന്ദി പറയുകയാണ്. വർഷങ്ങളോളമായി നടന്നുവരുന്ന റംസാൻ ടെലിക്വിസിൽ സ്ഥിരമായി പങ്കെടുത്ത സമ്മാനങ്ങൾ നേടിയ ഹൈദരലി ആനക്കരയ്ക്ക് പ്രത്യേക മൊമെന്റോ നൽകി. എല്ലാ വർഷവും മുടങ്ങാതെ അദ്ദേഹം നമ്മളെ വിളിക്കും. അത് മാത്രമല്ല, വിളിക്കുന്നത് മാത്രമല്ല, അദ്ദേഹത്തിൽ അതിലുള്ള അറിവ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഏത് കോള് വിളിക്കുകയാണെങ്കിലും ആൾ സമ്മാനം അടിച്ചിട്ടേ പോവുള്ളൂ. അത്തരത്തിലുള്ളൊരു ആളാണ് നമ്മുടെ ഹൈദരലിക്ക. ആ പ്രായത്തെ പോലും വകവയ്ക്കാതെ അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഹൈദരലിക്കയും ഭാര്യ ഫാത്തിമത്തെയും. അപ്പോൾ ഇവർ രണ്ടുപേരെയും നമ്മൾ ഇന്ന് ഈ വേദിയിൽ വെച്ചിട്ട് ആദരിക്കാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് ആദരിക്കുകയാണ്. NCV ചാനലും അപ്പോൾ ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് ആദരിക്കുകയാണ്. ഹൈദരലിക്കയും ഫാത്തിമത്തെയും റംസാൻ ടെലിക്വിസ് അവതാരകനായ AKK മരക്കാർ തന്റെ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലേക്ക് ആദ്യമായി എന്നെ കൊണ്ടുവന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഇന്ന് നമ്മോടൊപ്പം ഇല്ല, വിക്രമൻ. ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിക്കുകയാണ്, നിന്നൊന്ന് കാണണം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, അത് നീ ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഈ സമയം വരെ ഒരു വർഷം പോലും
മുടങ്ങാതെ തന്നെ കഴിഞ്ഞ വർഷം സാങ്കേതികത്വം കൊണ്ട് മാറിയെന്നെങ്കിലും മറ്റുള്ള എല്ലാ വർഷവും അവതരിപ്പിക്കാൻ സാധിച്ചു. ഇതിന് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി എന്നെ കണ്ടുകൊണ്ടുവന്ന എൻ്റെ വിക്രമനെ ഞാൻ ഈ സമയം സ്മരിക്കുകയാണ്. അവൻ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. എല്ലാവരെയും, പ്രത്യേകം ഗിരീശൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും മുക്തഗണ്ണം പ്രശംസിച്ചുകൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാൻ ജഗദീശ്വരൻ തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച നിരവധി പേർക്കാണ് ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ NCV ചാനൽ മാനേജർ രാജു പനമ്പാട്, PRO സഞ്ജിത് എ നാഗ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. NCV ന്യൂസ്, പൊന്നാനി.